ഇന്ത്യ-പാക് വെടിനിർത്തൽ പ്രാബല്യത്തിലായി. കര, വ്യോമ, കടൽ മാർഗങ്ങളിൽ വെടിനിർത്തലിനാണ് തീരുമാനമായത്. സൈന്യങ്ങൾക്കിടയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ ധാരണയായത്. ഭാവിയിലുണ്ടാകുന്ന ഭീകരവാദത്തെ രാജ്യത്തിനെതിരായ യുദ്ധമായി കാണുമെന്ന് ഇന്ത്യ നിലപാടെടുത്തു. വെടിനിർത്താൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാന്റെ DGMOയാണ് ബന്ധപ്പെട്ടത്. സൈന്യങ്ങൾക്കിടയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ-പാക് വിഭജനത്തിനു ശേഷം ഇരു രാജ്യങ്ങളും നിരവധി യുദ്ധങ്ങളിലും സൈനിക സംഘർഷങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട്. 1971 ഇന്ത്യ-പാക് യുദ്ധം ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ നിന്ന് ഉടലെടുത്ത ശത്രുതയും കശ്മീരിനെ ചൊല്ലിയുള്ള ദീർഘകാല തർക്കവും അതിർത്തി കടന്നുള്ള ഭീകരതയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് പ്രധാന കാരണം. കശ്മീർ, ജമ്മു നാട്ടുരാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇന്ത്യയോട് ചേരുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടപ്പോഴാണ് 1947 ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ആരംഭിച്ചത്. ഇന്ത്യയുടെ ഭരണത്തിനെതിരെ കലാപം സൃഷ്ടിക്കുന്നതിനായി ജമ്മു കാശ്മീരിലേക്ക് സൈന്യത്തെ നുഴഞ്ഞുകയറാൻ പാകിസ്ഥാൻ രൂപകൽപ്പന ചെയ്ത ഓപ്പറേഷൻ ജിംബ്രാൾട്ടറിനെ തുടർന്നാണ് 1965 ഇന്തോ-പാക് യുദ്ധം ആരംഭിച്ചത്. ബംഗ്ലാദേശ് നേതാവായിരുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, പശ്ചിമ പാകിസ്ഥാൻ നേതാക്കളായ യഹ്യ ഖാനും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ നടന്ന രാഷ്ട്രീയ പോരാട്ടം സൃഷ്ടിച്ച പ്രതിസന്ധിയാണ് 1971 യുദ്ധത്തിന് കാരണമായി തീർന്നത്. 1965 കച്ച്, 1984 സിയാച്ചിൻ, 1999 കാർഗിൽ എന്നിവിടങ്ങളിലുണ്ടായ സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുന്നതായിരുന്നു. കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ഉടമ്പടികൾക്കെല്ലാം കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രതിപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സാധാരണക്കാരുടെ ജീവനെടുത്ത് ഇന്ത്യൻ ജനതയ്ക്ക് ഭീഷണിയാകുന്ന ആക്രമണ രീതിയാണ് പാകിസ്ഥാൻ നടത്തുന്നത്. പഹൽഗാമിൽ പൊഴിഞ്ഞ ജീവനുകൾക്ക് മറുപടിയായാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സർജിക്കൽ സ്ട്രൈക്കുമായി മുന്നോട്ടു പോയത്. അരമണിക്കൂർ നീണ്ടുനിന്ന ആക്രമണത്തിൽ 9 തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യൻ സേന മിന്നലാക്രമണം നടത്തിയത്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അഴിച്ചുവിട്ട ഭീകരവാദ ക്യാമ്പുകളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന്റെ അധീശ കേന്ദ്രങ്ങൾക്കെതിരെ തിരിച്ചടിച്ചത് ഓരോ ഇന്ത്യക്കാരനും അഭിമാന മുഹൂർത്തമാണ് നൽകിയത്. ഇന്ത്യൻ സൈനിക വ്യൂഹം ശക്തമായാണ് പാകിസ്ഥാനെതിരെ നിലപാടെടുത്തത്. വെടിനിർത്തലിലൂടെ ഇരു രാജ്യങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകളിലാണ് അധികാര കേന്ദ്രങ്ങൾ.